അതുകൊണ്ട് ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മതം പറയുന്ന ഈ സദസ്സിൽ ഇരിക്കാൻ നാം എല്ലാവരും സന്നദ്ധരാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സല്ലല്ല അലൈഹി ഫീ യൗമി മിഅത മറ, ആരെങ്കിൽ വരാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ മനസ്സോടെ നാം മനസ്സിലാക്കി അതിനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം എല്ലാവരും തയ്യാറാകണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലയ്യ ഫീ യൗമി മിഅത മറ, ആരെങ്കിൽ വരാൽ എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ ഖദല്ലാഹു ലഹു മിഅത ഹാജ, അല്ലാഹു തആല അവന്റെ 100 ആവശ്യത്തെ, അല്ലാഹു തആല അവന്റെ 100 ഉദ്ദേശത്തെ അല്ലാഹു തആല വീട്ടി കൊടുക്കുന്നതാ. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബീന മിൻഹാ ലിആഖിറത, അതിൽ നിന്ന് 70 ഉദ്ദേശങ്ങള്, അതിൽ നിന്ന് 70 ഉദ്ദേശങ്ങള് അത് ആഖിറത്തിന്റെ ഉദ്ദേശമാണ്. വതലാദീന മിൻഹാ ലിദുനിയാ, അതിൽ നിന്ന് 30 ഉദ്ദേശം ദുന്യവിയായ ഏത് കാര്യങ്ങളുണ്ടായാലും, ദുന്യവിയായ ഏത് വിഷയങ്ങളുണ്ടായാലും നീ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തആല നിനക്ക് അതിനെ എത്തിച്ചു തരുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെല്ലാവരും 100 പ്രാവശ്യം എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലണേ. ഏറ്റവും ചുരുങ്ങിയതായ സമയമാണ് സ്വലാത്തിന് വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ സ്വലാത്ത് ഏത് സമയത്തും ചൊല്ലാം. നിസ്കരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലാം, നാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലാം, നാം മറ്റുള്ള കാര്യത്തിലേക്ക് ഏർപ്പെടുമ്പോഴും സ്വലാത്ത് ചൊല്ലാം. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയമല്ലാത്ത ഏത് സമയമാണെങ്കിലും നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലാം. ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് നാം ചോദിച്ചാൽ അല്ലാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, ദുന്യവിയായ ഏത് കാര്യങ്ങളുണ്ടായാലും, ദുന്യവിയായ ഏത് വിഷയങ്ങളുണ്ടായാലും അല്ലാഹു തആല നമ്മൾക്ക് പൂർത്തിയാക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മാത്രമല്ല നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ്. നാം എല്ലാവരും ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടവരാണ്. നാം എല്ലാവരും ഖബറിലേക്ക് പോകേണ്ടവരാണ്. ആർക്കും ഈ ദുനിയാവ് ശാശ്വതമല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഈ ലോകത്തിൽ നിന്ന് ആരും ഇവിടുന്ന് വാക്കിയാകുന്നില്ല എന്നതിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മൾക്ക്. ആ നബി തങ്ങൾ പോലും, ആ ഹബീബ് പോലും നമ്മളിൽ നിന്ന് ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയെങ്കിൽ ഈ ദുനിയാവ് നമ്മൾക്ക് ശാശ്വതമല്ല. നാം എല്ലാവരും മരിക്കേണ്ടവരാണ്. ഇന്നല്ലെങ്കിലും നാളെ ഈ ലോകത്തിൽ നിന്ന് വിടപെടേണ്ടവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും വിട പറഞ്ഞ് നാളെ മഹ്ശറിലേക്ക് പോയാൽ ഈ ലോകത്തിൽ നിന്ന് മഹ്ശറിലേക്ക് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയി നാളെ മഹ്ശറിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടുന്നതായ മഹ്ശറ, ആ മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കാൻ, ആ മഹ്ശറിൽ നമ്മൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വരുന്നത്. വഅവ്വലു മൻ യുശഫിഉഹു, ആദ്യമായി ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്നത് അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലികുല്ലി നബിയ്യിൻ മനാമിറ ബിദഹബിൻ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ നബിമാർക്കും സ്വർഗത്തിനാലുള്ളതായ ഒരു മിമ്പറുണ്ട്. എല്ലാ നബിമാർക്കും സ്വർണത്തിനാലുള്ള ബംഗാറിന്റെ ഒരു മിമ്പറുണ്ട്. ഫയജ്ലിസൂന അലൈഹാ, ആ മിമ്പറിന്റെ മേലില് എല്ലാ നബിമാരും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ നബിമാർക്കും സ്വർഗത്തിന്റെ ഒരു മിമ്പറുണ്ട്. സ്വർഗത്തിൽ എല്ലാ നബിമാർക്കും സ്വർണത്തിന്റെ ഒരു മിമ്പറുണ്ട്. ഫയജ്ലിസൂന അലൈഹാ, അതിൽ പോയി എല്ലാവരും പോയി ഇരിക്കുന്നതാണ്. ആ സ്വർണത്തിനാലുള്ളതായ മിമ്പറില്, ആ മജ്ലിസിൽ പോയി എല്ലാവരും പോയി ഇരിക്കുന്നു. വയബ്ഖാ മിമ്പരി, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പർ ബാക്കിയാണ്. ആ മിമ്പറിൽ നബി തങ്ങൾ പോയി ഇരിക്കുന്നില്ല. എല്ലാ നബിമാരും പോയിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നില്ല. അവിടുന്ന് സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ നബിയേ ഇരിക്കാത്തത്? എല്ലാ നബിമാരും അവരുടെ മജ്ലിസിൽ മിമ്പറിൽ പോയിരിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇരിക്കുന്നില്ല നബിയേ എന്ന് അവിടുന്ന് സ്വഹാബാക്കൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇരുന്നാൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ്. എന്റെ ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടെ